ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ച് ചിക്കൻ പാർട്സ് കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് ഒരു ചെറിയ തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കാൻ പോവുകയാണ്. സൂപ്പർ ടേസ്റ്റുള്ള നല്ല അടിപൊളി ഗ്രേവിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സവോള കൊത്തിയരിഞ്ഞിട്ടുണ്ട്, 2 പച്ചമുളക്, കറിവേപ്പില, ഒരു ചെറിയ തക്കാളി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, ഇത്തിരി ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു. കടുക് പൊട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ അതിലേക്ക് സവോള, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടിട്ട് വഴറ്റാൻ പോവുകയാണ്. കുറച്ച് നേരം ഇരുന്ന് വഴണ്ട് വരട്ടെ. വഴണ്ട് വന്നതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഓപ്ഷണലാണ്, താല്പര്യമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി. പിന്നെ ഞാൻ എപ്പോഴും എല്ലാത്തിനും തക്കാളി ചേർക്കാറുള്ളത് കൊണ്ട് തക്കാളി ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിഞ്ചീരകവും കുരുമുളകും കൂടി ചതച്ചെടുത്തതാണ്. ഈ പെരിഞ്ചീരകവും കുരുമുളകും കൂടി ചതച്ചെടുത്തതും കൂടി ചേർത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ. ആവശ്യത്തിന് എരിവിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും ചേർത്ത് കൊടുക്കുക. ഇതിലെപ്പോഴും നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിവറിനൊക്കെ ഒരു ചെറിയ സ്മെല്ല് കാണും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കുരുമുളകിൻ്റെ ഇത് ചെയ്യുന്നതാണ്. കുരുമുളക് കൂടുതലായിട്ട് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ പാർട്സ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി 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 സ്ലോ കുക്ക് ചെയ്തിട്ട് എടുക്കണം. അതിൽ മൂടി വെച്ച് വേവിച്ച് കഴിയുമ്പോൾ അതിനകത്തുള്ള വെള്ളം ഇറങ്ങും. പിന്നെ അതുപോലെ തന്നെ ഇത് അത്യാവശ്യം കൊഴുപ്പുള്ള പാർട്സാണ്. അപ്പോൾ അതിൻ്റെ എണ്ണയും കൂടി ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് വരും. അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടോ, ഇപ്പം ഞാൻ ഒഴിച്ചിട്ടേ ഇല്ല, വെള്ളം ഒഴിച്ചിട്ടേ ഇല്ല. പക്ഷേ അതിൽ വെള്ളത്തിൻ്റെ അംശം കണ്ടില്ലേ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ ആ സൈഡിലൊക്കെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞിരിക്കുന്നത് ഞാൻ എണ്ണ ഒത്തിരി ഒഴിച്ചതൊന്നുമല്ല, അത് അതിൽ നിന്നും ഇറങ്ങിയ ഓയിലാണ്. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഒരു 6-7 മിനിറ്റ് വരെയൊക്കെ വേവിച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇപ്പം നമ്മുടെ അടിപൊളി സ്വാദിഷ്ടമായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പാർട്സ് കറി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണേ.